പ്രണയാർദ്രം ഭാഗം 3. അവളുടെ ആ നിൽപ്പും ആ ഭാവവും എല്ലാം കണ്ട് അവളിൽ വല്ലാത്തൊരു നിഗൂഢത ഉള്ളതുപോലെ അവന് തോന്നി. അവൾക്കായി മുറി ഒരുക്കി നൽകി അത്യാവശ്യം വേണ്ടതൊക്കെ അവിടെ കരുതി വെക്കുമ്പോൾ പോലും അവളുടെ ആ നിൽപ്പിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. തൻ്റെ ക്യാൻവാസിലെ അടുത്ത ചിത്രം അവൻ്റെ മനസ്സിലപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പതിയെ താഴേക്കിറങ്ങിപ്പോയി. അവൾ അപ്പോഴും ആ നിൽപ്പ് തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾക്കുള്ള ആഹാരവുമായി അവൻ വന്നു. എന്നാൽ അവൾ മയങ്ങിയിരുന്നു. അതിനാൽ തന്നെ അതവിടെ വെച്ചുകൊണ്ട് അവൻ പതിയെ തിരിഞ്ഞു നടന്നു. അവൾ മയക്കത്തിലും സുന്ദരിയായിരുന്നു. അവളെ ഒന്ന് നോക്കുമ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇഷ്ടം ഉടലെടുക്കുന്നത് പോലെ അവന് തോന്നി. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ചു, എടോ. പക്ഷെ പെട്ടെന്നാണ് അവൾ വല്ലാത്തൊരു ഭയത്തോടെ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റത്. അവളുടെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു പേടി നിഴലിച്ചിരുന്നു. പക്ഷേ തൊട്ടരികിൽ നിൽക്കുന്ന അർജുനെ കണ്ടപ്പോൾ അവൾ തെല്ലൊന്ന് ആശ്വസിച്ചു. അർജുൻ എന്താ ഇവിടെ? അവൾ ചോദിച്ചു. ഞാൻ തനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. താനപ്പോൾ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഒന്നും കഴിച്ചില്ലല്ലോ എന്നോർത്തൊന്ന് വിളിച്ചതാ. താൻ എന്താ ഇത്രയ്ക്ക് പേടിക്കുന്നേ? എന്തു പറ്റി? അവൻ ചോദിച്ചു. അറിയില്ല അർജുൻ, എനിക്ക് ഈ ഇരുട്ട് കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. ഒപ്പം കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആരൊക്കെയോ എന്നെ കൊല്ലാൻ വരുന്നത് പോലെ തോന്നുക. സത്യത്തിൽ എന്താവും എനിക്ക് പറ്റിയത് എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി ആരെങ്കിലും എന്നെ കൊല്ലാനായി ശ്രമിച്ചിട്ടുണ്ടാവുമോ? ഏയ്, താൻ അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട. നല്ല കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. വേണമെങ്കിൽ എന്നെ ഓർത്തോ. പിന്നെ എന്നിട്ട് വേണം പേടിച്ചു വല്ല പനിയും പിടിക്കാൻ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പോൾ തമാശയൊക്കെ പറയാൻ അറിയാമല്ലേ? എന്നാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നൂടെ? സത്യത്തിൽ തൻ്റെ ഈ ചിരി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? അവൻ പറഞ്ഞു. ആഹാ, എന്താ പറഞ്ഞേ? അല്ല, എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ ചിരിച്ചുകൊണ്ടിരുന്നൂടെ? അതാകുമ്പോൾ കാണുന്നവർക്ക് ഒരു സന്തോഷമല്ലേ? അല്ല, അതാരായി കാണുന്നവർ? ഞാൻ അല്ലാതാരാ? ഇപ്പോൾ തന്നെ താനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. സത്യത്തിൽ എൻ്റെ വീട്ടിലോട്ട് വരുന്ന ആദ്യത്തെ ആളാ താൻ. ചിലർ വരാറുണ്ട്, എന്നിട്ട് എൻ്റെ ചിത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. താൻ അങ്ങനെയല്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണുമല്ലോ. അർജുൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്കുമുള്ളിൽ സന്തോഷം തോന്നി. നിഷ്കളങ്കമായ വാക്കുകൾ, പെരുമാറ്റം. അല്ല അർജുൻ, തൻ്റെ വീട്ടുകാരൊക്കെ എവിടെയാണ്? അതോ, ഞാനുണ്ടായപ്പോൾ തന്നെ അവർക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ എന്നെ കൊണ്ട് ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ചു. പിന്നെ ആരൊക്കെയോ എന്നെ ഒരു അനാഥാലയത്തിലാക്കി. പിന്നെ എന്നെ വളർത്തിയത് ഒരു സിസ്റ്ററമ്മയാണ്. അവരെന്നെ പഠിപ്പിച്ചു. പിന്നെ ഒരു പ്രായമായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറേ ജോലിയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കെപ്പോഴും ചായങ്ങളായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പതിയെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാനും എൻ്റെ ലോകം ഇതായി മാറി. അങ്ങനെ പോകുമ്പോഴാണ് യാദൃശ്യമായി തന്നെ കണ്ടതും ഇങ്ങോട്ട് തന്നെ കൂട്ടി വരുന്നതും. അവൻ തൻ്റെ കഥ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തപ്പോൾ അവൻ്റെ മുഖത്ത് പുഞ്ചിരി മാത്രമായിരുന്നു. എന്നാൽ ഈ അവസ്ഥയിലും ചിരിക്കാനുള്ള അവൻ്റെ ആ ചിന്ത അവളെ വല്ലാതെ ചിന്തിപ്പിച്ചു. എന്താണോ താൻ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയാണോ? ആദ്യം എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എന്നെ വേണ്ടാത്തവരോർത്ത് ഞാൻ എന്തിനാണ് വേദനിക്കുന്നത്? എനിക്ക് സന്തോഷിക്കാൻ എൻ്റെ ചിത്രങ്ങളുണ്ട്. എൻ്റെ ജീവനും ജീവിതവും ഒക്കെ എൻ്റെ ചായങ്ങളാണ്. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും തൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുന്നത് സന്തോഷമാണ്. എന്നാൽ പിന്നെ തനിക്കും അങ്ങനെ ആയിക്കൂടെ? അവൻ ചോദിച്ചു. അത് കേട്ടതും അവൾ മറ്റെന്തോ ഓർത്തുകൊണ്ട് അവനെ തന്നെ നോക്കി. പ്രണയാർദ്രം തുടരും.